ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതിരാവിലെ തന്നെ ഞാൻ അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഒരു കല്യാണത്തിനാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ കല്യാണങ്ങളും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ കൂടുതലും വരാറ് ഞായറാഴ്ച ദിവസങ്ങളിലാണ്. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണവും സദ്യ എന്നതൊരു വികാരവുമായതുകൊണ്ട് മാത്രമാണ് ഗീസ് ഞാൻ വണ്ടി എടുത്ത് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞമ്മയും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ കുഞ്ഞമ്മയുടെ മോക്കൊരു എക്സാം ആയതുകൊണ്ട് കുഞ്ഞമ്മ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞമ്മയെയും പിക്ക് ചെയ്ത് കുഞ്ഞമ്മ മന്ദം മന്ദം നടന്നു വരികയാണ് സുഹൃത്തുക്കളെ. കുഞ്ഞമ്മയും പിക്ക് ചെയ്ത് ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയപ്പോൾ അവിടെ സ്വീകരിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ സദ്യമാണ് മുഖ്യം ബിഗിലി എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഫസ്റ്റ് പന്തി ചോറ് എപ്പോൾ വിളമ്പും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്വീകരണമൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് പന്തി ചോറ് വിളമ്പാനായിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യക്കായിട്ട് തള്ളലുടിയിലൊക്കെ ആയിട്ട് അങ്ങനെ വെളിയിൽ നിൽക്കുകയാണ് ഗെയ്സ്. അങ്ങനെ കഥകൊക്കെ തള്ളി തുറന്നുകൊണ്ട് ഗെയ്സ് ഞങ്ങൾ അങ്ങ് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ കറികളൊക്കെ എല്ലാം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര വരട്ടിയും ചിപ്സുമാണ് ഞാൻ എവിടെ പോലും ആദ്യം കഴിക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ എടുത്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ചോറിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ചോറും പരിപ്പുമാണ് ആദ്യം വന്നത്. അങ്ങനെ ചോറും പരിപ്പൊക്കെ വന്നപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. ചൂട് ചോറും പരിപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഞണമണി ചടപടെ കഴിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. എന്നിരുന്നാൽ കൂടി ചൂടൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ അങ്ങ് വാരി വലിച്ച് കഴിച്ചു ഗെയ്സ്. അപ്പോൾ ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അടുത്തത്. അങ്ങനെ ചോറ് സാമ്പാറൊക്കെ ഞണമണി ചടപടെ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പായസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അടപ്പായസം വെള്ളപ്പായസം ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ കുഞ്ഞമ്മ അതായിരുന്നു ഞണമണിയെ കുടിക്കുകയാണ്. അങ്ങനെ കുഞ്ഞമ്മ ആസ്വദിച്ച് കുടിക്കുന്നതിനിടയിൽ ബോളിയും അരിപ്പായസവും ഒന്ന് ഗൈസ് എൻ്റെ ഫേവറേറ്റാണ്. ബോളിയും അരിപ്പായസവും ഞാൻ ഇവിടെ പോലും മിസ് ചെയ്യാറില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ മോരും രസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇലയൊക്കെ മടക്കി സന്തോഷപൂർവ്വം ഇല മടക്കി ഗെയ്സ്. അത് കഴിഞ്ഞ് കല്യാണത്തിന് വന്നിട്ട് കല്യാണം കാണാതിരിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വധുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുഹൂർത്തമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള ചടങ്ങുകളിലേക്കാണ് ഗെയ്സ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ താലി കെട്ടാനുള്ള സമയമായി. അങ്ങനെ താലികെട്ടും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു, ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ എടുത്ത കുറച്ച് പ്രകസനങ്ങളാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ട പോസ്റ്റായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വണ്ടി സുന്ദരിയായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വന്നു കേസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.